അപ്പോൾ പ്രിയപ്പെട്ടവരെ, തൃശൂർ മലക്കപ്പാറ ആനമല പാതയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഏഴംഗ സംഘം. പോസിറ്റീവ് വാർത്തയായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന ആ ദൃശ്യങ്ങൾ കാണൂ. സോളാർ വ്യൂ പോയിന്റിന് സമീപത്തെ വളവിൽ വെച്ച് ആനയെ കണ്ടതോടെ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാർ കാനയിൽ കുടുങ്ങി. തുടർന്ന് പാഞ്ഞെടുത്ത കാട്ടാന കാറിന്റെ മുൻഭാഗത്ത് ഇടിച്ചു. തൊട്ടുപുറകെ എത്തിയ തേയില ലോറി ഡ്രൈവറാണ് ഇവരെ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങൾ കാണൂ. ടെൻഷനടിച്ച് നമ്മൾ മരിച്ചു പോയില്ലേ, ആ വണ്ടിക്കകത്ത് നമ്മളൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ. നോക്കൂ, കാറ് കാനയിൽ കുടുങ്ങി. ഡ്രൈവറും സ്വാഭാവികമായിട്ടും ഭയന്നുണ്ട്. ആന ഓടി വരുന്നത് നോക്കിയേ, എത്ര വേഗതയിലാണ് ആന ഓടി വരുന്നത്. കാറ് പിന്നിലേക്കെടുത്തപ്പോൾ ഡ്രൈവർ അല്പം ഒന്ന് ആ കാനയുണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല. കാനയിൽ പെട്ടെന്ന് കുടുങ്ങിപ്പോയി. കുടുങ്ങിയ സമയത്ത് ഓടി വരുന്ന ആനയെ കാണാം. ഓടി വരികയാണ് ആന. ആന വന്ന് കാറിൻ്റെ മുൻഭാഗത്ത് ഇടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറകിലുണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവർ രക്ഷപ്പെടുത്തി. തേയില ലോറിയുടെ ഡ്രൈവറാണ് ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. മലക്കപ്പാറയിലാണ് സംഭവം നടന്നത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ ടെൻഷൻ അടിച്ച് കാണുമല്ലേ. പ്രേക്ഷകരാണെങ്കിൽ ഒന്ന് വിചാരിച്ചു നോക്കൂ, അയ്യോ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. പക്ഷെ മനോധൈര്യം കൈവിടാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത്തരം വനപാതയിലൂടെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഏത് നിമിഷവും ഈ കൊമ്പന്മാരെ പ്രതീക്ഷിക്കണം. വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, ഹോണടിച്ച് പ്രകോപിപ്പിക്കാതെ ഒരു സൈഡ് ഒതുങ്ങിയൊക്കെ അങ്ങ് പോയാൽ നല്ലത്. അതല്ല നമ്മൾ ഹോണടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതരുത്. ചില ആളുകൾ പറയും ലൈറ്റ് ഇട്ട് നമുക്ക് ഭീഷണിപ്പെടുത്താം എന്ന് പറയും. ആനയ്ക്ക് ലൈറ്റൊന്നും ഒരു പ്രശ്നമല്ല ചങ്ങാതി. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ പ്രത്യേകിച്ച് മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് പടയപ്പയെടുത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി ലൈറ്റിട്ട വാഹനം മാത്രം നോക്കിയെടുത്ത് ദൂരെ കളയും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിട്ടും ഹോണടിച്ചും ആനയെ നിങ്ങൾ വിരട്ടാമെന്ന് കരുതരുത്. ആന അങ്ങനെ വരുള്ളൂല്ല. സമാധാനത്തിൽ നിന്നാൽ അതങ്ങ് പൊക്കോളും ആ വഴിക്ക്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹോണും കൂടി അടിച്ചു. ആനയും കൂടി ഒന്ന് വിരണ്ടു. ആ ദൃശ്യങ്ങൾ കാണാം. കാനയിൽ കുടുങ്ങുന്നതാണ്. പ്രത്യേകിച്ച് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് റിവേഴ്സ് എടുക്കണം. മുമ്പിൽ ആന, പുറകിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ടെൻഷൻ, വണ്ടി താഴെ പോകുമെന്നുള്ള പേടി. ഒരു നിമിഷം അതിനുള്ളിലുണ്ടായിരുന്ന ഡ്രൈവർ യാത്രക്കാരും ഒരു നിമിഷം തീർന്നു എല്ലാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ തൊട്ട് പിന്നിലെത്തിയ തേയില ലോറിയുടെ ഡ്രൈവർ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒരു പോസിറ്റീവ് വാർത്തയായില്ലേ. അപ്പോൾ പ്രത്യേകിച്ച് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. ആനയൊക്കെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വലിയ അഡ്വഞ്ചറസ് ആയിട്ട് നിങ്ങളുടെ വാഹനം കയ്യിലുണ്ടെന്ന് കരുതി രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ആനയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാം എന്ന് കരുതരുത്. സൂക്ഷിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുക. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഈ ആനയുടെ താരയൊക്കെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങൾ കൂടി ഒപ്പമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ അത്ര എക്സ്പേർട്ട് ഡ്രൈവർ അല്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ പ്രശ്നം സംഭവിക്കും. റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ കാനയിലേ കുടുങ്ങിയുള്ളൂ, തിരിച്ചു പോയാൽ അങ്ങ് താഴെ കുഴി പോകുമായിരുന്നു.